ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ആനന്ദ് എൽ റായ് സംവിധാനം ചെയ്ത് ധനുഷ്, കൃതി സനോൻ എന്നിവരെ പ്രധാന വേഷത്തിലെത്തിച്ച് 2025 റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്ന ഒരു ഇന്ത്യൻ ഹിന്ദി ഭാഷ റൊമാൻറ്റിക് ചിത്രമാണ് തേരെ ഇഷ്ക് മെയിൻ. ഇതിന്റെ മ്യൂസിക് നിർവഹിച്ചിരിക്കുന്നത് സാക്ഷാൽ AR റഹ്മാനാണ്. ഇതിലെ പാട്ടുകൾ ഇതിനോടകം തന്നെ ട്രെൻഡ് ആയിട്ടുണ്ട്. ആനന്ദ് എൽ റായും ധനുഷും മൂന്നാമതായി ഒരുമിക്കുന്ന സിനിമ കൂടിയാണ് തേരെ ഇഷ്ക് മെയിൻ. ഇതിനു മുമ്പ് രാഞ്ജന ആൻഡ് അത്രാങ്കിറയും ഇവരുടെ കൂട്ടായ്മ വന്ന സിനിമയാണ്. സോ ഇത് ഒരു ലവ് ഫെയിലിയർ പടമാണെന്ന് നമ്മൾ മുമ്പ് ഈ ട്രെയിലറിലും സോങ്ങുകളിലുമായിട്ട് നമ്മൾ പ്രഡിക്റ്റ് ചെയ്തതാണ്. സോ ഇന്ന് അവരുടെ ഒഫീഷ്യൽ ട്രെയിലറാണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് വാ, ഇതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, കൂട്ടുകൂടിയോ, ഷെയർ ചെയ്തോ. കമൻ ഗൈസ്. ധനുഷ് ഈ ഗെറ്റപ്പ് നേരത്തെ ഒന്നും കണ്ടിട്ടില്ലല്ലോ നമ്മള്. സൈക്കോ ഓ ഫസ്റ്റ് നോട്ടം തന്നെ ഒരു രക്ഷയില്ല. ആൻഡ് ഇത് സർപ്രൈസിങ് ആണില്ല. ഇപ്പൊ നമ്മൾ കണ്ട ട്രെയിലറിലോ സോങ്ങിലോ ഒന്നിലും ധനുഷ് ഇങ്ങനെ ഒരു വേഷത്തിൽ വരുന്ന നമ്മൾ കണ്ടിട്ടില്ല. ഇത് ഒരു സർപ്രൈസിങ് ആണ്. ആൻഡ് അതിൽ ആ ഫസ്റ്റ് നോട്ടത്തിൽ തന്നെ ധനുഷിന്റെ കണ്ണിന്ന് കണ്ണീര് ഒന്നായി. അപ്പോൾ ഞാൻ മുമ്പേ പറയല്ലോ, പക്ക ലവ് ഒരു പടം വരാനിരിക്കുകയാണ്. ആൻഡ് ധനുഷ് ലിറ്ററലി കില്ലാക്കും ഈ പടം. അമ്മാരി പെർഫോമൻസ് ആയിരിക്കും. ഇതാ തൊട്ടതിനും പിടിച്ചതിനും ധനുഷ് മരിച്ചഭിനയിക്കുകയാണ്. ഓ അത് പടം വേറെയാണ് കേട്ടാ. ഇതാണ് നമ്മൾ കണ്ടത്. अब इतनी सुंदर लड़की का हाथ अगर उठा है तो किसी गाल पे तो पड़ना ही चाहिए. सुधरने अडिचो from the director of Franchana. मैं ना तुम एक अच्छा नॉन वायलेंट इंसान बना सकती हूँ. क्यों जवान लड़के की जिंदगी बर्बाद कर रही हो मैडम? मैं प्यार में पड़ गया तो दिल्ली पुंगू. Oh, Araman musical, Tera Ishq Mein. അർജിത് സിംഗിനെ വെച്ച് ചെയ്ത ഒരു പാട്ടാണ് ഈ തേരെ ഇഷ്ക് മെയിൻ. കിടിലം പാട്ടാണ്. നിങ്ങൾ ഇതുവരെ കേട്ടില്ലെങ്കിൽ കേൾക്കണം. നല്ല പാട്ടാണ്, നല്ല ഫീലിംഗ്. പ്രത്യേകിച്ച് റഹ്മാനും പിന്നെ അർജിത് സിംഗും കൂടെ ആയതുകൊണ്ട് പാടുമ്പോൾ അത് കേൾക്കാൻ തന്നെ ഒരു ഇമ്പം ഉണ്ട്. അങ്ങനെ ഈ സിനിമയിൽ എനിക്ക് തോന്നുന്ന ഒരു തീം കോർ മ്യൂസിക്കായിട്ട് ഇതായിരിക്കും എല്ലായിടത്തും പ്ലേസ് ചെയ്യാൻ പോകുന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. लड़कियां ना हमेशा राजकुमारों के सपने देखती हैं. मोहब्बत में समझदारी की आदत होती है. And I didn't know how to explain it. हम ना शादी कर लेते जल्दी से. मैं ऐसे लड़कों की साइकोलॉजी जानती हूँ. जब वो लड़की को शादी के जोड़े में देख लेते हैं ना, അവളുടെ കല്യാണത്തിന് പോയി പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. मैं प्यार में पड़ गया तो पूरी दिल्ली फूंक दूंगा. ഇത് മുമ്പ് പറഞ്ഞതാണ്. അതായത് ഞാൻ നിന്നോട് ഇഷ്ടത്തിലായ, അല്ലെങ്കിൽ ഞാൻ ഒരു പെണ്ണ് ഇഷ്ടപ്പെട്ട, അവൾ എന്നെ ഇല്ല അല്ലെങ്കിൽ പോകുമെന്ന് പറഞ്ഞാൽ ഈ ഡൽഹി എന്നെ ഞാൻ കത്തിക്കും. അത് ചെയ്യാണ് ധനുഷ് പറഞ്ഞ വാക്ക്. നീ മരിക്കും. Written by Himit Verma, Neeraj Yadav. Guys, അത് വാരണാസിയാണ്. अपने इश्क में इतना जल कि मुक्ति खुद तेरे पैरों में गिर के भीख मांगे. ഓ അത് വേറെ ലെവലായിട്ടാ. स्वीकार करो मुझे. ആനന്ദ് എൽ റായ് പ്രൊഡ്യൂസർ അമ്മ കുറെ ഉണ്ടല്ലോ പറയാൻ. मैं आज
जीव गया है इस भैद चोर മതിയായെന്ന് പ്രേമത്തോടെ ഈ പ്രേമത്തോടെ मुझे बस लड़ना है ഫിലിം ബൈ ആനന്ദ് എൽ റായ് ഇൻ സിനിമാസ് 28 നവംബർ. എനിക്ക് ട്രെയിലർ കണ്ടപ്പം ഒരു ചെറിയൊരു റിസംബ്ലൻസ് പോലെ, അതായത് കാട്ടുവിളിയുടെ മണിരത്നത്തിൻ്റെ കാർത്തി അതിഥിയുള്ള ഒരു സിനിമ നിങ്ങൾക്ക് അറിയായിരിക്കും. അതൊരു ലവ് പടമാണ്. അതിലും കാർത്തി ഇതുപോലെ ഫ്ലൈറ്റ് ജെറ്റൊക്കെ ഓടിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ സിനിമ കണ്ടറിയാം. അപ്പോൾ ആ ഒരു ചെറിയൊരു റിസംബ്ലൻസ് എനിക്ക് തോന്നി. എനിക്കൊരു സർപ്രൈസിങ് ആയിരുന്നു. കാരണം ആ ഒരു സീനോ ഷോട്ടൊന്നും ഇതിനു മുമ്പ് ട്രെയിലറിലോ അല്ലെങ്കിൽ ടീസറിലോ അല്ലെങ്കിൽ സോങ്സിലോ ഒന്നും കാണിച്ചിട്ടില്ലായിരുന്നു. അതൊരു സർപ്രൈസിങ് ആയിരുന്നു. കൊള്ളാം. ആൻഡ് ധനുഷ് അവസാനം പറയുന്ന പ്രേമിച്ച് എനിക്ക് മതിയായി, ഇനി എനിക്ക് ഫൈറ്റ് ചെയ്യണം. അപ്പോൾ അവർ തമ്മിലുള്ള ഈ ചെറിയൊരു ഈഗോ ക്ലാഷ് ഉണ്ടാകുന്ന സിനിമയിൽ. ആൻഡ് രണ്ടൊരു വാശിക്കുള്ള ഒരു പ്രേമം, വാശിക്കുള്ള തിരിച്ചടികൾ, അലമ്പുണ്ടാക്കുക. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വെള്ളമടിക്കുക, സിഗരറ്റ് വലിക്കുക, സൈക്കോപാത്ത് എക്സ്ട്രീമിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ആൻഡ് ധനുഷ് എന്തായാലും ഒരു രക്ഷയില്ലാതെ അഭിനയിക്കുമെന്ന് മസ്റ്റാണ്. ഈ ട്രെയിലർ സോങ് ഒക്കെ കാണുമ്പോൾ അതായത് ലവ് ഫെയിലിയർ, ഒരു എന്തൊക്കെ ചെയ്യുക അതൊക്കെ ചെയ്യാണ് അത് ധനുഷ് കാണിക്കുന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ധനുഷ് ഈ ട്രെയിലറിൽ ഫസ്റ്റ് കാണിച്ചപ്പോൾ ധനുഷ് കൃതിയെ നോക്കിയപ്പോൾ ആ കണ്ണീര് വന്നത്, എന്ത് സീൻ, അത് കിട്ടില്ല സീൻ. ആൻഡ് ഏറമ എന്തായാലും കത്തിക്കും. ഏറമ മെലഡി ഇട്ടും ആ തേരേഷ്ക്ക് മെയിനിട്ട് തന്നെ വേണമെങ്കിൽ സിനിമ മൊത്തം ഇട്ട് ഹൈ പിച്ചിലിട്ട് പറപ്പിക്കും. ആൻഡ് ആനന്ദ് എൽ റായും ധനുഷ് ഒന്നിക്കുമ്പോൾ എപ്പോഴും ഈ ലവ് ഒരു സിമ്പലാണ് വരുന്നത്. ഫെയിലിയറും കാര്യങ്ങളൊക്കെ അത് തന്നെയാണ് രാഞ്ജനയിലും മത്രാങ്കിരയിലും വന്നത്. അപ്പോൾ ഇതും അതുപോലത്തെ പടം തന്നെയാണ്, ലവ് ഇത് തന്നെയാണ്. ഇവർ രണ്ടുപേരും ഒരുമിക്കുമ്പോൾ ഈ ഒരു സെറ്റപ്പാണ് വരുന്നത്. ആൻഡ് എ റഹ്മാൻ തന്നെയാണ് വരുന്നത്. ആൻഡ് ഈ സിനിമയിൽ ആനന്ദ് എൽ റായ് ഒന്നാമത്തെ പ്രൊഡ്യൂസറായെന്ന ഒരു പ്രത്യേകതയുണ്ട്. കൃതി സനോനും നന്നായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ ഒരു സുന്ദരിയായ ഒരു സൈക്കോപാത്ത് ഈ പടത്തിൽ വെള്ളമടി എല്ലാം ആയിട്ട് നല്ല ജാളിയായിട്ട്. ആൻഡ് മൊത്തത്തിൽ 28 നവംബറാണ് പടം റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ധനുഷിന് ഒരു നല്ലൊരു തിരിച്ചു വരുമായിരിക്കും ഈ സിനിമ. കാരണം നല്ലൊരു സിനിമ ആയിരിക്കും. ഒരു പക്ക ലവ് എക്സ്ട്രീം ഫെയിലിയർ ഒരു പടമായിരിക്കും. ഞാൻ എന്തായാലും ഈ സിനിമ കാണാൻ വെയിറ്റിംഗ് ആണ്. കാരണം ധനുഷ് എമ്മാതിരി അഭിനയിക്കുമെന്ന് എനിക്ക് കാണണം. ധനുഷ് എമ്മാതിരി അഭിനയിക്കുന്ന ആണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അത് എനിക്ക് ഒന്നുകൂടെ ലിറ്ററലി അത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം വാച്ചബിളായിട്ട്. ആൻഡ് ഈ സിനിമ ഹിന്ദി, തമിഴ്, തെലുങ്ക് 3 ഭാഷകളിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ധനുഷിന് അത്യാവശ്യം ഹിന്ദിയിൽ തന്നെ നല്ല ഫാൻ ഫോളോയിങ് ഒക്കെ ഉണ്ട്. കാരണം ഈ ഒരു സിനിമയും കാര്യങ്ങളൊക്കെ അത് രാഞ്ജനയിൽ തൊട്ടേ ഉണ്ട്. അപ്പം നോക്കാം, സിനിമയും വരട്ടെ. സിനിമ എന്തായാലും നല്ല രീതിയിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് ധനുഷ് ഓൾ ദ ബെസ്റ്റ്. ആൻഡ് ടീം തേരേഷ്ക്ക് മെയിൻ ടീം ഓൾ ദ ബെസ്റ്റ്.